എല്ലാവർക്കും നമസ്കാരം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും നടത്തിവരുന്ന 167ാമത് സ്നേഹസംഗമമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ സ്നേഹസംഗമത്തിന്റെ നേതൃത്വം വഹിക്കുന്നത് ദർശന സർവീസ് സൊസൈറ്റിയുടെ സ്നേഹസംഗമം എന്ന ഗ്രൂപ്പാണ്. ഇതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും എല്ലാ ഗ്രൂപ്പ് അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന ഗാനത്തോടെ നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥന ഗാനം ആലപിക്കുന്നതിനായി ശ്രീ പീറ്റർ ശരത് കൊടുങ്ങല്ലൂരിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. പീറ്റർ. സംഗീതം പാടും പ്രകാശത്തിൻ രശ്മിയാനന്റെ അന്ധകാരമകറ്റമേ. പ്രകാശത്തിൻ രശ്മിയാനന്റെ അന്ധകാരമകറ്റമേ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ, സുന്ദരമാക്കി തീർക്കണേ. പാവനാത്മാവേ നീ വരേണമേ മാനസമണിക്കോവിലേ. നായക ഞങ്ങൾ നാവിനാലങ്ങി സംഗീതം പാടുന്നു. വളരെ മനോഹരമായി പ്രാർത്ഥന ഗാനം പാടിയ പീറ്റർ ശരത്തിന് വളരെ നന്ദി. താങ്ക് യു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീ സിജോൺ കൊർത്തിയെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. ദർശന ക്ലബിന്റെ 167ാമത് സ്നേഹ സംഗമത്തിലെ സ്വാഗതം ആശംസിക്കുവാനുള്ള കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ആദ്യമായി നമ്മുടെ ദർശന ക്ലബിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഈ സ്നേഹസംഗമത്തിന്റെ അധ്യക്ഷത പദം അലങ്കരിക്കുന്ന നമ്മുടെ റവറൻഡ് ഫാദർ ഫോറം അച്ഛനാണ്. അച്ഛനെ കുറിച്ച് അധികം നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്കറിയാം. ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് അച്ഛനെ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഉദ്ഘാടനം നടത്തുന്നത് ഉദ്ഘാടന പദ്ധതിയിലേക്ക് വരുന്നത് റവറൻഡ് ഫാദർ അലക്സ് കല്ലേരി അച്ഛനാണ്. അച്ഛൻ കനകമല തീർത്ഥാടന കേന്ദ്രത്തിന്റെ വികാരിയാണ്. അച്ഛനെ തിരക്കുകളുടെ ഇടയിലാണ് നമ്മുടെ ഈ വരുന്നത്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ട് ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ നിവിയ ജെയിംസാണ്. അവിടെ മെഡിക്കൽ കോളേജിലാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നത്. അടുത്തതിനിടയിൽ നമ്മുടെ ഈ സ്നേഹസംഗമത്തിലേക്ക് നമ്മുടെ ഡോക്ടറെ നമുക്ക് സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യാം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നത് ശ്രീ മോഹനൻ ഉൾക്കാട്ടാണ്. അദ്ദേഹം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, തൃശ്ശൂര് പഞ്ചായത്ത് പ്രസിഡന്റും ഇപ്പോ ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പറുമാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അവതരണം നടത്തുന്ന കുമാരി വിദ്യ അംഗമാരി, പ്രാർത്ഥനാ ഗാനം ആലപിച്ച പീറ്റർ ശരത്ത്, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ചേട്ടൻ, അതുപോലെ തന്നെ നന്ദി അർപ്പിക്കുന്ന കുമാരി മുഴുക്കര എന്നിവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഞാൻ അതുപോലെ തന്നെ പറയാവുന്നതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ജനസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് സിജോൺ എല്ലാവരെയും സ്വാഗതം ചെയ്തു. താങ്ക് യു സിജോൺ. റിപ്പോർട്ട് വായിക്കുന്നതിനായി ശ്രീ KJ ജോസ് കൊർത്തിച്ചേട്ടനെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. അറിയിപ്പ്
പ്രീമ ഷാജു ജന്മദിനം, രാജേഷ് വെഡിങ് ആനിവേഴ്സറി, LC പുത്തുമേഖല ജന്മദിനം, ബെറ്റി ജന്മദിനം, രാമകൃഷ്ണൻ ജന്മദിനം. അടുത്ത ശനിയാഴ്ച നറുക്കെടുപ്പുണ്ടായിരിക്കും മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19 ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന സർവീസ് സൊസൈറ്റിയുടെ ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ച പരിമിത 3 ടീമുകൾ, പൂർണ്ണ കാഴ്ച പരിമിത 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ച പരിമിത 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ച പരിമിത ചിങ്കാരിമേളം ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരമുതലുമായിട്ടുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലന പരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും ദേശീയ തലങ്ങളിലേക്ക് സജ്ജരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലന പരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധിമുട്ടും നീങ്ങപ്പെട്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലന പരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയിലൂടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദർ ഗ്രൂപ്പ് ഉയരമുള്ളവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസമായിട്ട് ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരമുള്ളവരുമായിട്ടുള്ള 438 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡീസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും വിദ്യാഭ്യാസത്തിന് വേണ്ട സാമ്പത്തിക സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ഏതൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏതൻ ഗ്രൂപ്പ്. ഏതെങ്കിലും തരത്തില് വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേരിടുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാകാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2500 ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലൂടെ കലാപർച്ചകൾ പ്രകടനത്തിന് കനവെന്ന പ്രോഗ്രാം, ആത്മീയമായി ഉന്നതമായ ക്ലാസിക വാർത്തകൾ, നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. ഇരിങ്ങാലക്കുട കാഴ്ചക്കുള ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വടംവലി മത്സരം, പഞ്ചകുസ്തി മത്സരവും നടത്തും. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയംതൊഴിലിന് വേണ്ടി അവസരങ്ങൾ സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക DSF ദർശന ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനത്തിൽ ക്രിയാത്മകമായ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനും വേണ്ടി ഒരു ഉപദേശക സമിതിയും പ്രവർത്തിക്കുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചയും May 30 ദർശന ക്ലബ് ഓൺലൈൻ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. 60-ൽ പരം വ്യക്തികൾ ഗൂഗിൾ മീറ്റ് ഈ സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്നു. മത നേതാക്കന്മാരുടെ ഉദ്ഘാടനം ചെയ്ത വസ്തുക്കളും സർക്കാർ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും പരിചയപ്പെടുത്തലും സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു.
ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഡയറക്ടർ ബഹുമാനപ്പെട്ട റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 166ാമത് സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. സ്നേഹസംഗമം നടത്തിയത് തിരുവനന്തപുരം ഗ്രൂപ്പ്. അവതരണം കുമാരി ലീന MJ നാട്ടിക. പ്രാർത്ഥന കുമാരി ലിജി അങ്കമാലി. സ്വാഗതം ശ്രീമതി ജെസ്സി ജേസൺ. ഗ്രൂപ്പ് പരിചയപ്പെടുത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചത് കുമാരി ലീന MJ നാട്ടിക. റിപ്പോർട്ട് യോഗം പാസാക്കി. അധ്യക്ഷന്റെ വാക്കുകൾ. ഇന്നത്തെ വിശിഷ്ട വ്യക്തികളെ, എന്റെ സുഹൃത്തുക്കളെ, ഇന്നത്തെ മഹാസംഭവം ജീവിത വീടിന്റെ വാർത്ത കഴിഞ്ഞു. ഭിന്നശേഷിക്ക് ദർശന പണിത് കൊടുക്കുന്നതിൽ കഴിഞ്ഞു. ഈ കൊല്ലം ജനിക്ക് ഗ്രൂപ്പിൽ നിന്നും വടക്കുംചേരി കോളേജിൽ പോയി സ്റ്റേജ് ഷോ നടത്തി അഭിനന്ദൻ പരിപാടി മനോഹരമായിരുന്നു. ഇതിന് ഉത്തരം കൂട്ടായ്മയാണ്. നമ്മുടെ ഗ്രൂപ്പ് പ്രകൃതിച്ച് പറയുകയുണ്ടായി. എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബ്ലൈൻഡ് ഫുട്ബോൾ പുസ്തക പരിചയ മത്സരത്തിന്റെ ഫസ്റ്റ് ലിജി അങ്കമാലി, സെക്കൻഡ് ലീന MJ നാട്ടിക ആൻഡ് തേർഡ് ജഗന. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. യോഗം ഉദ്ഘാടനം ചെയ്ത് സെന്റ് പൈസ് കോൺവെന്റിലെ റവറന്റ് സിസ്റ്റർ അരിയ SDB ആയിരുന്നു. വിശിഷ്ട സ്വാതന്ത്ര്യം ആഘോഷിച്ചല്ലോ. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് അവരോട് നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴാണ്. പുഞ്ചിരിയിലൂടെ, സ്നേഹത്തിലൂടെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. മത്സര വിജയികളെ ഈന ഡേവിഡ്, സെക്കൻഡ് ലിജി അംഗമായി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. മുഖ്യാതിഥിയായിട്ട് ചേർന്ന എടപ്പാൾ ട്രാവൽസിന്റെ ഓൺലൈൻ വർക്ക് ചെയ്യുന്ന ശ്രീ സൈനുദ്ദീൻ KP ആണ്. എന്റെ സഹോദരന്മാരെ, ഭിന്നശേഷിക്കാരെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്ന കൂട്ടായ്മയ്ക്ക് അഭിനന്ദനങ്ങൾ. ഞാനും ഒരു ഭിന്നശേഷിക്കാരാണ്. പരിമിതികളെ അതിജീവിക്കണം. നമ്മുടെ ഏറ്റവും വലുത് മനസ്സാണ്. അച്ഛന്റെ മനസ്സ് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിൽ വളരെ നന്ദി അറിയിക്കുന്നു. ഇതിലുള്ളവരെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. എല്ലാവർക്കും നന്ദി. ആശംസ പറഞ്ഞ നാട്ടിക പഞ്ചായത്ത് 11ാം വാർഡ് മെമ്പർ ശ്രീമതി ഗ്രീഷ്മ മാഡമാണ്. ഞാൻ കുറേയേറെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷം തോന്നുന്നു. ഈ മീറ്റിംഗ് എല്ലാം കൊണ്ടും പ്രത്യേകതയാണ്. ഈ കൂട്ടായ്മ ഇതിലും നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ആഴ്ച ജോയ് പള്ളിക്കുന്നിന് ജന്മദിനം ആഘോഷിച്ചു. ജോയ് പള്ളിക്കുന്ന് എല്ലാവർക്കും നന്ദി പറഞ്ഞു. യോഗാവസാനം നന്ദി പറഞ്ഞത് കുമാരി ലില്ലി പുതുക്കാട്. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ലീഡർ. റിപ്പോർട്ട് പാസ്സാക്കിയിരിക്കുന്നു. വളരെ വ്യക്തമായി റിപ്പോർട്ട് വായിച്ച ജോസേട്ടന് താങ്ക് യു. ഇന്നത്തെ സ്നേഹസംഗമത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാനായി എത്തിയിരിക്കുന്ന ഭിന്നശേഷിക്കാരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി നിരന്തരം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാമായ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടിപ്പറമ്പിൽ CMI അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്നേഹസംഗമത്തിന്റെ വിശിഷ്ടാതിഥികളായിട്ട് എത്തിയവർക്കും അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന ഏവർക്കും ഒരു വലിയ സ്വാഗതവും അതുപോലെ തന്നെ നന്ദിയും ആദ്യമേ തന്നെ രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ ശക്തിപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണങ്ങളാണ് നമ്മൾ പലപ്പോഴും അവിടെയും ഇവിടെയും നല്ല വാക്കുകൾ കേൾക്കുന്നു എന്നുള്ളത്. ഞാൻ ഇന്നലെ നമ്മുടെ അമ്മച്ചിമാരുടെ അവർ ലേഡി ഓഫ് സോറസിലെ അമ്മച്ചിമാരിലെ ഏറ്റവും പ്രായം കൂടിയ ഒരു അമ്മച്ചിയുടെ വീട്ടിലേക്ക് ഇന്നലെ പോകാനൊക്കെടേ. അപ്പൊ അമ്മച്ചിയെ എന്നോട് പറയുകയായിരുന്നു, അച്ഛോ ദൈവകൃപയുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ ദർശന കൂട്ടായ്മ എന്നുള്ളത്. അത് എല്ലാവരും നല്ലൊരു മനസ്സുണ്ട്, ഒരു പോസിറ്റീവ് മനസ്സുണ്ട്. അതുകൊണ്ടാണ് അച്ഛാ ഇങ്ങനെ ഭംഗിയായിട്ട് അത് പോകാനായിട്ട് കാരണമായി തീർന്നത്. അപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ അത് കേട്ടിട്ട് അച്ഛൻ എന്നോട് പറയായിരുന്നു, ഇത് ദൈവം ആഗ്രഹിച്ച് നടത്തി കൊണ്ടുപോകുന്നതാണ് ഈ ഒരു പ്രോഗ്രാം എന്നുള്ളത്. അതല്ലാതെ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചതുകൊണ്ടൊന്നും ഇതുപോലെ ഭംഗിയായി തീരില്ല. നമ്മൾ എത്ര വിഭാവനം ചെയ്താലും പലപ്പോഴും അത് വിജയത്തിലേക്ക് എത്തണമെന്നില്ല. ദൈവം വിഭാവനം ചെയ്തതാണെങ്കിൽ തീർച്ചയായിട്ടും അത് അതിന്റെ പൂർണ്ണതയിലെത്തും, അത് വിജയത്തിലേക്ക് നീങ്ങും എന്നുള്ളത് ഉറപ്പാണ്. ഇന്നലെ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ
നീ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു, യു ഹാവ് ടു ഗോ ഫോർവേഡ് എന്നുള്ള രീതിയിൽ. എനിക്ക് വലിയ സന്തോഷം അനുഭവപ്പെട്ടു. കാരണം നമ്മുടെ ഈ ഒത്തൊരുമ, നമ്മുടെ ഒരു ആത്മീയത ഇതിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രാർത്ഥനയുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അത് കായികപരമായിട്ടും കലാപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പരിശീലന മേഖലകളിലും അതുപോലെ തന്നെ രോഗി ശുശ്രൂഷകളിലും ഭവന നിർമ്മാണങ്ങളിലും ഒക്കെ നമ്മൾ മേൽത്തരം ഒരു നല്ലൊരു പ്രവൃത്തിയാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. എനിക്കല്ല, മറിച്ച് നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന് ശക്തിയായിട്ട് മാറുന്നത്. നിങ്ങൾ ഓരോരുത്തരുമാണ് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അഭിമാനിക്കാം. ഞാനൊരു നിമിത്തം മാത്രമാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഇത് മാത്രമേ പലപ്പോഴും ഞാൻ പറയാറുള്ളൂ. കാരണം എനിക്ക് അത്രമാത്രം സന്തോഷമാണ് നിങ്ങളുടെ ഓരോ സഹകരണം കണ്ടിട്ട്. ഇന്നിപ്പോ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്. അയ്യന്തോളുള്ള ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്. ഏകദേശം 12ഓളം വ്യക്തികളാണ് ക്രിക്കറ്റ് കളിക്ക് വന്നിരിക്കുന്നത്. ഞാൻ ആ ഗ്രൂപ്പിലെ മെമ്പറിന്റെ എണ്ണം നോക്കി, മെമ്പേഴ്സിന്റെ എണ്ണം 40 പേരാണ് വന്നിരിക്കുന്നത്. 40 പേര്. അപ്പൊ അതിന് ഒരു വലിയൊരു സംഭവമാണ്. അവർക്ക് അത്രയും താല്പര്യമുള്ളത് കൊണ്ടാണ് അവർ ക്രിക്കറ്റ് കളിക്കാനായിട്ട് തിരിക്കുന്നത്. ഒരു ഗ്രൂപ്പിൽ ആവശ്യമുള്ളത് 18 പേര്, മാക്സിമം 20 പേര്. പക്ഷെ ഇത് 2 ഗ്രൂപ്പിനേക്കാൾ അപ്പുറത്തേക്ക് കടന്നു എന്നുള്ളതാണ്. അപ്പൊ അവര് നമുക്ക് നമ്മുടെ ഈ വീട്ടിൽ താമസിക്കാനായിട്ടുള്ള അസൗകര്യമുണ്ട്. നമുക്ക് അവിടെ 12 പേർക്ക് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ പേരില് അവര് 15 പേര് വരുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് പറ്റില്ല, 12 ലിമിറ്റ് ചെയ്യണം. കാരണം നമുക്ക് കിടക്കാനുള്ള സൗകര്യമില്ല. കളിക്കാൻ ഗ്രൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും കിടക്കാനായിട്ട് ഒരു രാത്രിയാകുമ്പോൾ ഒരു ദിവസമെങ്കിലും അവർക്ക് കിടക്കാനുള്ള സൗകര്യം വേണം. നമുക്ക് അതിന്റെ ഒരു പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതികൾ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എങ്ങനെയെങ്കിലും നമുക്കൊരു നല്ലൊരു ഒരു വലിയ ഒരു വീടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അത് ഇപ്പോ ഈ നമുക്ക് കൂടുതലായിട്ട് ചിന്ത അങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ വരുന്ന കുട്ടികൾ, നമുക്കാരും ഇവിടെ പെർമനന്റ് സ്ഥാപനമല്ല, പെർമനന്റ് ആയിട്ട് ആരും തന്നെ നമ്മുടെ ഇടയിൽ നിൽക്കുന്നില്ല, ആരും തന്നെ ഇല്ല. ഇപ്പോ വരുന്നത് ഒരു 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ചക്ക്, അത് കഴിയുമ്പോൾ അവരവരുടെ വീടുകളിൽ പോകണം. അപ്പൊ അങ്ങനെ ഒരു ടെമ്പററി പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മുടെ ഈ ഭവനം ഉള്ളത്, ഈ ദർശന വീടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഭവനം ഇച്ചിരി കൂടി വലുതാണെങ്കിൽ കുറച്ചും കൂടി ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യിപ്പിച്ച് ഇത്തരത്തിലുള്ള കളികളിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ പൂവണിയിപ്പിക്കാനായിട്ട് നമുക്കൊരു സപ്പോർട്ടായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. ഇത് ഓരോരുത്തരും സാന്താങ്ങളുടെ ഇന്നലെ ഒരു മീറ്റിംഗ് നടത്തിയത് സാന്താങ്ങളുടെ ഉത്തരവാദിത്വത്തിലാണ് നമ്മളിതെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് സഹകരിക്കുക. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് വന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് അവർക്ക് നേരുകയാണ്. അപ്പോ ഈ സ്നേഹസംഗമത്തിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മൾ ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കണമെന്ന സന്ദേശം നമ്മുടെ അച്ഛൻ നൽകി. ഈ സ്നേഹ സംഗമത്തിൽ മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന തൃശൂർ അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നിവിയ ജെയിംസ് മാഡത്തിനെ ഏറ്റവും ബഹുമാനത്തോടെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. നമസ്കാരം, ഞാൻ ഡോക്ടർ ദിവ്യ. ഞാൻ അമല മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം ഡോക്ടറാണ്. ഇന്നത്തെ ഈ സ്നേഹ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ച ബിൻചേട്ടനും പിന്നെ എന്റെ സംഘാടകർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. ഞാനൊരു സെൽഫ് കെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോ എന്താണ് സെൽഫ് കെയർ? നമുക്ക് ഒരു എന്റെ ഒരു ക്ലാസ് ഒന്നുമല്ല, പക്ഷെ എന്താണ് എന്ന് ജസ്റ്റ് സംസാരിച്ച് പോകാം എന്ന് ഓർത്തു. അപ്പോ ഐ ആം റെസ്പോൺസിബിൾ ഫോർ മൈസെൽഫ്. അതായത് എന്റെ സന്തോഷം അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ, എന്റെ ആരോഗ്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന ഒരു ചിന്തയുടെ പുറത്താണ് ഈ സെൽഫ് കെയർ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കും. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളെ തന്നെ നോക്കാൻ, നമ്മളെ തന്നെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പല്ല് തേക്കുക, കുളിക്കുക, കൈ കഴുകുക, അല്ലെങ്കിൽ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യും. അങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ആണ് ശരിക്കും പറഞ്ഞാൽ സെൽഫ് കെയർ എന്നുള്ളൊരു രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെൽഫ് കെയർ.
എല്ലാവരും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് കെയർ. ഈ സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പൊ അത് ട്രെൻഡിങ് ആണെങ്കിലും അതൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു സ്വാർത്ഥമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നിയത്. പക്ഷെ അത് ഒരിക്കലും ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളെല്ലാവരും ചെയ്യേണ്ടതും നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെല്ലാവരും ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത്, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു ഹെൽത്തിന് നമ്മളെപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട്, നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോയി ഡോക്ടറെ കാണും, നമ്മൾ മരുന്ന് മേടിക്കും, നമ്മൾ കഴിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു, അതായത് നമ്മുടെ മനസ്സിന്റെ ഒരു സന്തോഷം, നമ്മുടെ ഒരു മെന്റൽ ഹെൽത്ത്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒരു പരിധി വരെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോ ഈ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഭാഗവും അതുപോലെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഹെൽത്തും ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മളെ മൊത്തത്തിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിട്ട് വെക്കുന്നത്. അപ്പം ഈ സെൽഫ് കെയർ എന്നുള്ള രീതിയിൽ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ എക്സസൈസ് ചെയ്യാം, നമുക്ക് നമ്മളെ ആരോഗ്യപരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ പോയി മരുന്ന് മേടിക്കും, മരുന്ന് കഴിക്കും, അത് പ്രോപ്പർ ആയിട്ട് മരുന്ന് കഴിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഫിസിക്കൽ ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ നമുക്ക്, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഒരു പരിധി വരെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെയും കാര്യങ്ങളെയും നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു രീതിയെ കുറിച്ച് പറയാനാണ് ഞാൻ ഒന്നുകൂടെ ആഗ്രഹിക്കുന്നത്. അപ്പൊ സെൽഫ് കെയർ എന്നുള്ള ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മളോട് തന്നെയുള്ള ആ ഒരു കെയർ എന്നുള്ളത് ഒരു മനുഷ്യനാണ് എന്ന നിലയിൽ മൊത്തത്തിൽ, അതായത് ഒരു ആസ് എ ഹോൾ ആണ് നമ്മൾ അതിലൂടെ കെയർ ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്ക് തലവേദനയാണ്, അപ്പൊ നമ്മൾ തലവേദനയ്ക്കുള്ള മരുന്ന് വെച്ചു, അങ്ങനെയല്ല. ഇത് നമ്മുടെ ശരീരത്തിലെ ആസെറ്റ് മൊത്തത്തിലാണ് നമ്മൾ സെൽഫ് കെയറിലൂടെ കെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിപ്പം ഭയങ്കര സിമ്പിൾ ആയിട്ട് ബ്രഷ് ചെയ്യുന്നതാവാം, ഉറങ്ങുന്നതാവാം, ഭക്ഷണം കഴിക്കുന്നതാവാം. പിന്നെ ചില ആൾക്കാർക്ക് മെഡിറ്റേഷൻ ഒരു ഭയങ്കര റിലാക്സിംഗ് ആയിരിക്കും, അപ്പൊ യോഗ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചില ഹോബീസ് ഉണ്ടാവും, അതിപ്പോ പടം വരയ്ക്കുന്നതാവാം, പാട്ട് പാടുന്നതാവാം, ചിലപ്പോൾ ചിലർക്ക് ഗെയിംസ് കളിക്കാൻ പോകുന്നതാവാം. അങ്ങനെ ഇതുപോലത്തെ ഓരോ ചെറിയ 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 കാര്യങ്ങൾ നമ്മളെ ആസ് എ ഹോൾ നമ്മളെ ഫോക്കസ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ സെൽഫ് കെയർ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടുള്ള, അങ്ങനത്തെ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഭയങ്കര മടുത്തിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുക്കാം. അതായത് എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് നോക്കാം. അതായത് വേണമെങ്കിൽ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് വീടിന് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിയിരുന്നു കുറച്ച് ശുദ്ധവായു ശ്വസിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് പാട്ട് കേൾക്കാം. അപ്പൊ ചില ആൾക്കാർക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു ബീറ്റ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു മ്യൂസിക് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പാട്ട് കേൾക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഗെയിംസ് കളിക്കാം. ചിലർക്ക് നമുക്ക് ഫിസിക്കലി അവിടെ പോയി ഗെയിംസ് കളിക്കാനുള്ള അവസരം ഉണ്ടാവത്തില്ലല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബോർഡിലുള്ള ഗെയിംസോ അല്ലെങ്കിൽ ബോർഡ് ഗെയിംസോ നമുക്ക് ഒരിടത്ത് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സംസാരിക്കാം. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആരോടെങ്കിലും സംസാരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള ആരോടെങ്കിലും സംസാരിക്കാം. ഇനിയിപ്പം അവരോടൊന്നും നമുക്ക് അപ്പുറത്തിനായിട്ട് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ തന്നെ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി, അതായത് ഇപ്പം നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാം. അവർക്ക് ചിലപ്പോൾ ഒരു പടി കൂടുതൽ നമ്മളെ കുറച്ചുകൂടെ മനസ്സിലാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരോട് നമ്മൾ സംസാരിക്കാം, അവരുടെ കമ്മ്യൂണിറ്റികളിലേക്ക് ചെല്ലാം. ഇപ്പൊ ഒരുപാട് അങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ഇതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റി, അങ്ങനത്തെ കമ്മ്യൂണിറ്റിയിലേക്ക് ചെല്ലാം. അങ്ങനെ ചെല്ലുന്ന അവരെന്തൊക്കെയാ ചെയ്യുന്നത്, ഇവരുടെ ടെൻഷൻ വരുമ്പോൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം കിട്ടാൻ അവരെന്താ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഒരു പരിധി വരെ നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറേയധികം നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ടയർഡ്നെസ്സും നമ്മുടെ വിഷമവും നമ്മുടെ ഒരു നെഗറ്റീവ് ചിന്തയും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളെ ഏറ്റവും അധികം ടെൻഷൻ എടുപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ചെയ്യുന്നു നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് നമ്മളൊരു ബ്രേക്ക് എടുക്കുക. എന്നിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, ഏറ്റവും സമാധാനം തരുന്ന ഒരു കാര്യം, അത് എന്തും ആയിക്കോട്ടെ ആ കാര്യം നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് ചില ആൾക്കാർക്ക് പടം വരയ്ക്കാൻ പറ്റുമായിരിക്കും, ഒരു സമാധാനത്തിന്റെ പടം വരയ്ക്കാൻ പറ്റും. അപ്പം അതുപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും എഴുതാനുള്ള കഴിവുണ്ടാവണമെന്നില്ല, പക്ഷെ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഫീലിങ്സ് നമുക്ക് വേണമെങ്കിൽ അത് എഴുതി വെക്കാം. ഇന്നതൊക്കെയാണ് എനിക്ക് മനസ്സിൽ തോന്നുന്ന ഫീലിങ്സ് ഉള്ള രീതിയിൽ അത് നമുക്ക് എഴുതി വെക്കാം. ഇനി ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചേരം കിടന്ന് ഉറങ്ങാം. അതായത് ഉറക്കം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നമുക്ക് കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം. ചില ആൾക്കാർക്ക് പക്ഷെ ഭയങ്കര സ്ട്രെസ് വരുമ്പോൾ അവർക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല.
അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കുറച്ചും കൂടി അവരുടെ ഉറക്കം, അവർ എപ്പോ ഉറങ്ങുന്നു, എപ്പോ എഴുന്നേക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഗുലറൈസ് ചെയ്യാൻ ശ്രമിക്കാം. അതായത് ഇപ്പം ഒട്ടും ഉറങ്ങാൻ നമുക്ക് സാധിക്കുന്നില്ല, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കുറച്ച് കാമിങ് ആയിട്ടുള്ള കുറച്ച് ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ സൗണ്ടുകൾ ഉണ്ടാവും, നമുക്ക് കുറച്ച് ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന പോലെ അങ്ങനത്തെ സൗണ്ടുകൾ വെച്ചിട്ട് അതിൽ നിന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മുടെ ബെഡിലേക്ക് നമ്മുടെ ഫോണോ നമ്മുടെ ടാബോ നമ്മുടെ ലാപ്ടോപ്പോ അങ്ങനത്തെ ഇലക്ട്രോണിക് ഡിവൈസസ് എല്ലാം മാക്സിമം ഒഴിവാക്കാം. അത് മാറ്റി വെച്ചിട്ട് നമ്മൾ വന്ന് കിടന്നുറങ്ങാൻ ശ്രമിക്കാം. എന്നിട്ടും നമുക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെയോ ഒരു കൗൺസിലറിന്റെയോ ആരുടെ വേണമെങ്കിലും ഹെൽപ്പ് എടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് സ്ട്രെസ് മാറ്റാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നല്ല ഭക്ഷണം കഴിക്കാം. അപ്പൊ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ടാവും അവർക്ക് ഭയങ്കര സ്ട്രെസ് ആകുമ്പോൾ അവരിങ്ങനെ വല്ലാണ്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. അതിന് ഭയങ്കര അൺഹെൽത്തി, അതായത് ഒട്ടും ഹെൽത്തി അല്ലാത്ത ഒരു രീതിയാണ് അങ്ങനെ വലിച്ചു വാരി ഭക്ഷണം കഴിക്കും. അപ്പൊ നമ്മളുടെ ഭക്ഷണം എപ്പോഴും ഒരു സമീകൃത ആഹാരമാവണം. പിന്നെ വൺസിന്റെ വഴി നമുക്കൊരു ചീറ്റ് മീൽ പോലെയൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആ ഒരു ഭക്ഷണം കഴിച്ച് ഒന്ന് റിലാക്സ്ഡ് ആയി ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ഡീപ്പ് ബ്രെത്ത് എടുക്കാം. പിന്നെ ഒരുപാട് ബ്രീത്തിങ് എക്സസൈസ് ഇപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ. അപ്പൊ ചിലർക്ക് എഴുന്നേറ്റ് നിന്ന് ചെയ്യാൻ പറ്റത്തില്ല, ചിലർ ഇരുന്നിട്ടായിരിക്കും ചെയ്യുന്നത്, ചിലർ കിടന്നിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിലുള്ള ബ്രീത്തിങ് എക്സസൈസും വേറെ വേറെ രീതിയിലുള്ളതുണ്ട്. അപ്പം അങ്ങനത്തെ ബ്രീത്തിങ് എക്സസൈസസ് എടുക്കാം. അങ്ങനെ നമ്മളുടെ സ്ട്രെസ് എടുത്ത് മാറ്റാൻ പറ്റുന്ന എന്തൊരു കാര്യം ഉണ്ടെങ്കിലും അങ്ങനത്തെ എന്താണ് ആ കാര്യം എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കും. അതായത് നമുക്ക് ഇതിപ്പം സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു ആക്ഷൻ പ്ലാൻ പോലെ പറഞ്ഞ് ഇന്ന കാര്യങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരും ഓവർ ടൈം കണ്ടുപിടിക്കണം സ്വന്തമായിട്ട്. നമുക്ക് എന്ത് ചെയ്താലാണ് ഒരു സമാധാനം കിട്ടുന്നത്, നമ്മൾ എന്ത് ചെയ്യുന്നതാണ് നമ്മൾ ഹാപ്പി ആവുന്നത്, അങ്ങനത്തെ രീതിയിലേക്ക് ഓരോരുത്തരും അവരവരുടേതായ രീതിയിലേക്ക് അത് കണ്ടുപിടിക്കണം. പിന്നെ ഏറ്റവും വലിയ മാനസികാരോഗ്യത്തിന് ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ നമ്മളത് റിയലൈസ് ചെയ്യണം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പൊ നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു എഫേർട്ട് ഇടുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു പ്രശ്നത്തിനെ ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പറ്റുന്നില്ല, നമുക്ക് വേണ്ട എന്നുള്ള കാര്യങ്ങൾ, അതിനോടൊക്കെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതായത് ഇന്നൊരു കാര്യമുണ്ട്, അത് വേണ്ട, അത് എനിക്ക് ആവശ്യമുള്ളതല്ല, വേണ്ട, നോ പറയാ. പിന്നെ നമ്മളുടെ അടുത്തേക്ക് നെഗറ്റിവിറ്റിയുമായി ഇങ്ങോട്ട് വരുന്ന കുറെ ആൾക്കാരുണ്ടാവും. അയ്യോ ഇങ്ങനെ ആയി പോയല്ലോ, ഇനിയിപ്പോ എന്നാ ചെയ്യും, അങ്ങനത്തെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ആ ഒരു ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് നിർത്താൻ മതി. അതൊന്നും അകത്തേക്ക് കയറാനോ അതൊന്നും നമ്മളുടെ മാനസികമായി അഫക്ട് ചെയ്യാനോ ശ്രമിക്കാതെ അവരൊക്കെ ആ ഒരു പോയിന്റ് വെച്ച് തന്നെ കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. പിന്നെ നമ്മളുടെ ഉറക്കം, നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം നമ്മൾ എഴുന്നേൽക്കുന്നതായിരിക്കും. നമ്മളൊരു ഒരു അലാറം സെറ്റ് ചെയ്യുക. അതായത് ഇപ്പം രാത്രി ഒരു 10 മണിക്ക് നമ്മൾ ഉറങ്ങാൻ ഒരു അലാറം സെറ്റ് ചെയ്ത് 10 മണിക്ക് നമ്മൾ ഉറങ്ങുക. അതിനുശേഷം നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നില്ല, നമ്മൾ അങ്ങനത്തെ വേറെ ഒരു കാര്യത്തിലേക്കും കടക്കുന്നില്ല. അത് 10 മണിക്ക് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് നമ്മൾ രാവിലെ ഒരു 6 മണി 6:30 7 മണി ആ ഒരു സമയത്ത് നമ്മൾ എണീക്കുവാണെ പിന്നെ നമ്മളൊരു 3-4 ദിവസം നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ അങ്ങ് റെഗുലർ ആയി. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമ്മൾ ആ ഉറക്കം കൊണ്ടുവരാം. കാരണം വളരെ നല്ലൊരു ഉറക്കം, ഒരു 6-7 മണിക്കൂറിന്റെ ഒരു ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എത്ര ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ മാക്സിമം ആ ഒരു ഉറക്കത്തിന്റെ കാര്യം ഒന്ന് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, നമുക്കിപ്പോ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിച്ചു, നമ്മൾ വീട്ടുകാരോട് സംസാരിച്ചു, നമ്മുടെ പാർട്ട്ണറിനോട് സംസാരിച്ചു, ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാം, ചോദിക്കുക. അതായത് ഇപ്പൊ ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ കാണുന്ന ഒരാൾക്ക് വട്ടാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഒരു വട്ടോ ഒരു ഭ്രാന്തോ അങ്ങനെ ഒരു സ്റ്റിഗ്മയോടെ കാണേണ്ട ഒരു കാര്യമേ അല്ല. നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ മറ്റേതൊരു അസുഖവും പോലെ നമുക്ക് ചികിത്സിക്കാവുന്ന, നമ്മൾ ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ്. അപ്പൊ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളുടെ അടുത്തുനിന്ന് ഇത് ചെയ്യുമ്പോൾ അവർ ത്രൂ കൗൺസിലിംഗ് നമ്മളുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്, അത് ചിലപ്പോൾ മരുന്ന് പോലും കഴിക്കേണ്ടതായിരിക്കില്ല, ഒരു പ്രോപ്പർ കൗൺസിലിംഗ് തന്നെ മതിയാവും ചില ആൾക്കാർക്ക്. അപ്പൊ എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് അവരെ പിക്ക് ചെയ്യാൻ പറ്റും അവർക്ക്. അതിനനുസരിച്ചുള്ള രീതിയിലുള്ള അവരൊരു നിർദ്ദേശം നമുക്ക് തരും. അപ്പൊ ആ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് അത് ഫോളോ ചെയ്താൽ മാത്രം മതിയായിരിക്കും. നമുക്കൊരു മരുന്ന് പോലും ചിലപ്പോൾ വേണ്ടി വരില്ല നമ്മളെ ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അത് ചെയ്യുക. പ്രൊവൈഡഡ് നമ്മൾ ആ സന്തോഷിക്കാൻ വേണ്ടി കണ്ടെത്തി ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ഹെൽത്തിനെ അതായത് ഇപ്പൊ നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടി നമ്മളിപ്പം
എന്തെങ്കിലും ഒരു പുതിയ മെത്തേഡ് കണ്ടുപിടിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ ബാക്കി ശരീരത്തിന്റെ ആരോഗ്യം കളഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു കാര്യമാവാൻ പാടില്ല. നമ്മൾ എന്ത് രീതിയിൽ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ പോലും അത് ഏറ്റവും ഹെൽത്തി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം ബിൻചേട്ടൻ പറഞ്ഞതിൽ നിന്ന് അറിഞ്ഞു നിങ്ങൾക്കൊരു ബാസ്കറ്റ്ബോൾ ടീമുണ്ട്, ഇപ്പൊ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്കൊരു ക്രിക്കറ്റ് ടീമുണ്ട്. അപ്പം ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും, ചിലപ്പോൾ സ്പോർട്സ് കാണുന്നതായിരിക്കും സന്തോഷം, ചിലപ്പോൾ അത് കളിക്കാൻ പോകുന്നതായിരിക്കും സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത്, ചിലർക്ക് പടം വരയ്ക്കുന്നതായിരിക്കും സന്തോഷം, ചിലർ പാട്ട് പാടുന്നതായിരിക്കും സന്തോഷം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരികയും പിന്നെ അതുപോലെ അത് നമുക്ക് ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുകയും കൂടെ ചെയ്താൽ ഭയങ്കര ബെറ്റർ ആയിരിക്കും. നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ മെന്റൽ ആയിട്ടുള്ള ഒരു ഹെൽത്തും കൂടെ ഇമ്പ്രൂവ് ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മൊത്തത്തിൽ ശരീരത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സുഖവും ഒരു സമാധാനം ഒരു സന്തോഷവും ഒക്കെ തോന്നും. അപ്പോ അങ്ങനത്തെ രീതിയിലേക്ക് നമ്മൾ കടന്നു വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു ടോട്ടൽ ഹെൽത്ത് എന്നുള്ള ഒരു രീതിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കൊന്നും ചോദിക്കാട്ടോ. എന്റെ പേര് സീമ തോമസ് ആണ്. എന്നും യോഗ ചെയ്യുന്നത് നല്ലതല്ലേ? അതെ അതെ നല്ലതാണ്. യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ് അങ്ങനെ എന്തും നിങ്ങളുടെ ഒരു എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം പ്രോപ്പർ പ്രൊഫഷണൽ ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള യോഗ ട്രെയിനേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നമുക്ക് ഫോൺ ത്രൂ ആയിട്ട് ഇപ്പം ഇങ്ങനെ മീറ്റിങ്ങുകളിലൂടെ, അതായത് അവർ ഓൺലൈൻ ആയിട്ട് ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്ന യോഗ ട്രെയിനേഴ്സ് ഉണ്ടാവും. നമ്മൾ ഫിസിക്കലി ഓൺലൈൻ ആയിട്ടാണ് യോഗ ക്ലാസ്സിൽ കയറാറ്. അങ്ങനെ യോഗ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ. അപ്പൊ അവര് ട്രെയിൻഡാണ്. അപ്പൊ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അവരോട് പറഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള രീതിയിലുള്ള മെഡിറ്റേഷൻസും കാര്യങ്ങളും ഓരോരോ ആസനം അതൊക്കെ നിങ്ങൾക്ക് ഇതായിട്ടുള്ള രീതിയിൽ അവർ ചെയ്തു തരും. അപ്പൊ അങ്ങനെ ഡെയിലി ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ രാത്രി 10 മണിക്ക് കിടന്ന് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. പിന്നെ മൊബൈലൊന്നും യൂസ് ചെയ്യാറില്ല. അത് നല്ലതാണ്. മൊബൈല് ടോട്ടലായിട്ട് മൊബൈൽ ഉപയോഗിക്കരുത് എന്നല്ല പറഞ്ഞത്. രാത്രി നമ്മൾ കിടക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പൊ ഒരു 10 മണിക്ക് കിടക്കുവാണെങ്കിൽ ഒരു 1/2 മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ ആ ഫോൺ മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മളുടെ സ്ലീപ്പ് കുറച്ചും കൂടെ നല്ലൊരു ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ലൊരു നല്ല ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് പഠനങ്ങളിൽ നിന്ന് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുന്നത് വരെ, അവസാന ഉറക്കം വരുന്ന തൂങ്ങുന്നത് വരെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും എപ്പോഴും ഫോൺ മാറ്റി വെച്ച് വന്ന് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, താങ്ക് യു മാം. ഒരുപാട് സന്തോഷം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ പറ്റിയതിൽ. താങ്ക് യു. ഡോക്ടറോട് ഒത്തിരി നന്ദി പറയുന്നു. വളരെ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ഈ മീറ്റിംഗിൽ വന്ന് എന്താണ് ഉറക്കം കുറവാണ്, ഓർമ്മക്കുറവുണ്ട്. അതിന് എന്ത് ചെയ്യണം? ഉറക്കം കുറവാണെന്നുള്ളതിന് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എന്താ പറയാ ഒരു എന്ത് ചെയ്താലാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇപ്പൊ ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ഫോൺ മാറ്റി വെച്ചെടുക്കാം. പിന്നെ ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കാമിങ് ആയിട്ടുള്ള കാര്യം. ചില ആൾക്കാർക്ക് ഇപ്പൊ പ്രാർത്ഥന അങ്ങനത്തെ പ്രാർത്ഥിക്കുക, അങ്ങനത്തെ മെഡിറ്റേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പൊ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചിട്ട് അവർക്ക് കിടന്നുറങ്ങാം, ഒരു കുറച്ചൊരു റിലാക്സ് ആയിട്ട് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ പക്ഷെ വായിച്ചിട്ട് കിടക്കുമ്പോൾ നമ്മൾ ആ ലൈറ്റ് ഡിം ആക്കേണ്ടി വരും. കാരണം നമ്മളുടെ പിന്നെ ഒരുപാട് ഡിം ലൈറ്റിൽ വായിക്കുന്നത് ആർക്കും കണ്ണിൽ നല്ലതല്ല. പിന്നെ പകൽ സമയങ്ങളിൽ നമ്മളിങ്ങനെ കിടന്ന് ഉറങ്ങാൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ രാത്രിയിൽ അത്ര ഡീപ്പായിട്ടുള്ള ഒരു ഉറക്കം കിട്ടണമെന്നില്ല. നമ്മൾ പകൽ എപ്പോഴെങ്കിലും കുറച്ച് നേരം കിടന്നുറങ്ങി മയങ്ങി പോകുന്നവർക്ക് രാത്രിയിൽ അത്ര ഡീപ്പായിട്ട് കിട്ടുന്നില്ല. ഇനി എന്തൊക്കെ ചെയ്തിട്ടും ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു മരുന്ന്, അതായത് നമുക്ക് മരുന്നുകളുണ്ട് കുറച്ചുകൂടെ നമുക്ക് ഉറങ്ങാനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ അങ്ങനത്തെ മരുന്നുകൾ അത്രയും വരെ എത്തുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ മരുന്നുകളിലേക്ക് ചിന്തിക്കാൻ പറ്റും. പിന്നെ ഓർമ്മക്കുറവ് എന്നുള്ളത് ഇപ്പം പ്രായത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ ഓർമ്മക്കുറവുണ്ടോ, പിന്നെ പല തരത്തിലുള്ള ഓർമ്മക്കുറവുകളുണ്ട്. അപ്പൊ അതെന്താണെന്നുള്ളത് ഒരു ടോട്ടൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ബാക്കി അസുഖങ്ങളുടെ ഹിസ്റ്ററി, വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, അങ്ങനത്തെ ടോട്ടൽ മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോ ഓർമ്മക്കുറവ് നമ്മൾ ചികിത്സിക്കേണ്ട ഒരു ഓർമ്മക്കുറവാണോ അതോ അത് ജസ്റ്റ് ഗ്രാജുവലി പ്രായത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണോ എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതൊരു നിങ്ങളെ അലട്ടുന്ന
എന്തെങ്കിലും ഒരു ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പർട്ടിക്കുലർ ആയിട്ട് ഒരു ഡോക്ടറെ അടുത്ത് വന്നിട്ട് നിങ്ങളുടെ എല്ലാ ഫിസിക്കൽ കണ്ടീഷൻസും, നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എത്ര നാളായിട്ട് ഈ പ്രശ്നമുണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം മാത്രം അവര് പറയുന്ന നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. താങ്ക് യു. ഞാൻ ആരെങ്കിലുണ്ടോ? അപ്പൊ ശാരീരികവും മാനസികവുമായ ഉന്മേഷത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഡോക്ടറോട് ഒത്തിരി താങ്ക്സ് പറയാണ്. താങ്ക് യു ഡോക്ടർ. അടുത്തതായി ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന കനകമലയിലെ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ആന്റണീസ് ചർച്ചിലെ വികാരി റവറൻ ഫാദർ അലക്സ് കല്ലേരിയച്ചനെ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. അച്ഛാ. താങ്ക് യു. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം അച്ഛാ. ഓക്കെ, ഞാനൊരു അല്പം ലേറ്റായി. ഇവിടെ ഒരു പ്രോഗ്രാം ആയിരുന്നു, പിന്നെ ഒരു എലക്ഷന്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകളൊക്കെ എന്നെ കാണാൻ വന്നിരുന്നത് കൊണ്ടാണ് അല്പം ലേറ്റ് ആയത്. ഞാൻ കുറച്ച് സമയമായി ട്രൈ ചെയ്യുന്നതിൽ കയറാനായിട്ട്. ഇവിടെ നെറ്റിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ദയവ് ചെയ്ത് ക്ഷമിക്കുക. ഓക്കെ അച്ഛാ, കുഴപ്പമില്ല. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ സന്തോഷം. ഞാൻ പലരുടെയും വീഡിയോ ഓണല്ലാന്ന് തോന്നുന്നു, എങ്കിലും ഇത്രയും പേര് ഞാൻ മനസ്സിലാക്കുന്ന 60 പേരോടുള്ള ഇതിൽ ഉണ്ടെന്നാണ്. ഹലോ, കേൾക്കുന്നുണ്ട് അച്ഛാ, പറഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്റെ വലിയ നമസ്കാരം. നമസ്കാരം. പള്ളിയിലെ അച്ഛനാണ്, ജോസേട്ടനായിട്ട് ഒരു പരിചയമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാനായിട്ടിടയായത്. നിങ്ങളെല്ലാവരും കാണാനായിട്ട് ഭാഗ്യം ലഭിച്ചെന്ന് പറയും. ഞാൻ ആദ്യം ബൈബിളിൽ നിന്നും ഒരു ഭാഗമെടുത്ത് സംസാരിക്കാമെന്നാണ് കരുതിയത്. പിന്നെ എനിക്ക് മനസ്സിലായി കുറെ പേര് ക്രൈസ്തവരായവരും ഒക്കെ ഇതിലുണ്ട്. ആത്മീയത എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് സംസാരിക്കാന്നാണ് കരുതുന്നത്. ആത്മീയത. അപ്പൊ ഞാൻ ബൈബിളിൽ നിന്നൊരു ഭാഗം എടുക്കുന്നതിന് പകരം എന്താണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്നതിനെ കുറിച്ച് നിങ്ങളോടൊന്ന് സംസാരിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും ദൈവവിശ്വാസികളായിട്ടുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ആത്മാവ് എന്ന് പറയുന്നതിൽ വിശ്വസിക്കുന്നവരാണ്. ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു ജീവിത ശൈലിയെയാണ് നമ്മൾ ആത്മീയത അല്ലെങ്കിൽ ആധ്യാത്മികത എന്നൊക്കെ വിളിക്കുക. ഞങ്ങളുടെ സെമിനാരി കാലത്തൊക്കെ ഞങ്ങളുടെ പ്രൊഫസേഴ്സ് പറഞ്ഞ് പഠിപ്പിച്ച ഒരു കാര്യം, എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഒരു കാര്യം, അതെല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു കാര്യം ആണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? എന്താണ് ആത്മീയത? ആത്മീയത എന്ന് പറയുന്നതിന് ഒരുപാട് ദൈവശാസ്ത്രജ്ഞർ കൊടുക്കുന്ന ഒരു സെന്റൻസിൽ പറയുന്നത് ഇറ്റ്സ് എ വെബ് ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഒരു ചിലന്തി വല പോലെയാണ്. ദൈവത്തോടുള്ള ബന്ധമുണ്ട്, സഹോദരങ്ങളോടുള്ള ബന്ധമുണ്ട്, പ്രകൃതിയോടുള്ള ബന്ധമുണ്ട്, അവനവനോട് കൂടെയുള്ള ബന്ധമുണ്ട്. അപ്രകാരമുള്ള ഒരു ജീവിത ശൈലി അത് നമുക്ക് എല്ലാവർക്കും സാധ്യമാകുന്നു. നമ്മുടെ ബന്ധങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായിട്ട് ഈ ആധ്യാത്മികത അല്ലെങ്കിൽ ആത്മീയത നമ്മെ സഹായിക്കുന്നതാകണം. അപ്പോഴാണ് തീർച്ചയായിട്ടും അത് ഒരു ആത്മീയ ജീവിതത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് മാറുക എന്നാണ് പറയുക. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറയുന്നത്, ഒരു നല്ല അഭിനന്ദനത്തിന്റെ ബലത്തില് ഒരു 3 മാസം ഒരു മനുഷ്യന് ജീവിക്കാമെന്നാണ് പറയുക. നിങ്ങളൊക്കെ വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ നേരിട്ട് അതിനോട് പോരാടി ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുന്നവരാണെന്നറിയാം. ജോസേട്ടന്റെ കാര്യം എനിക്ക് നേരിട്ടറിയാം. അതുപോലെ തന്നെ സോളമനച്ചന് നേരത്തെ പരിചയമുണ്ട്. പരശുരാമന ഹോസ്പിറ്റലിൽ അല്പം ചികിത്സയുടെ ഭാഗമായിട്ട് കുറച്ച് നാളുണ്ടായപ്പോൾ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികളോട് നമ്മൾ പോരാടിക്കൊണ്ടാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പരസ്പരമുള്ള അഭിനന്ദനങ്ങൾ, നല്ല വാക്കുകൾ, അതുപോലെ തന്നെ ചില ആശ്വാസ വാക്കുകൾ, ചില പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ, അതൊക്കെ നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലരാക്കി മാറ്റുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അത് ദൈവത്തോടുള്ള ബന്ധം മാത്രമല്ല, അത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരോട് കൂടെയുള്ള ബന്ധമാണ്. വളരെ മനോഹരമായിട്ട് ഈശോ ബൈബിളില് നമ്മളോട് പറയുന്നുണ്ട്, ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു,
ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ എന്നെ സ്നേഹിക്കുവിനെന്നല്ല പറയുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. എന്നെപ്പോലെ തന്നെ അതിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുവിൻ. അപ്രകാരമുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്ന് പറയുന്നത് ശൂന്യതയാണ് എന്നാണ് പറയുക. നമ്മളുടെ ജീവിതത്തിലെ മറ്റുള്ളവരോടുള്ള സ്നേഹം നിരന്തരം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് ആശംസിക്കുക. അതുപോലെ ഈ ദേശാടന പക്ഷികളൊക്കെ നമ്മൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഷേപ്പിലായിട്ടാണ് അവര് പറക്കുക. ചിലപ്പോഴൊക്കെ ആകാശങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കാണാം ഒരുപാട് ദേശാടന പക്ഷികൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അവര് ദീർഘദൂരം യാത്ര ചെയ്യുന്ന പക്ഷികളാണ്. ദൂരം യാത്ര ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കണമെങ്കിൽ അവർക്കൊരു ലീഡറിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഒരു പക്ഷി മുമ്പേ പറക്കുകയും മറ്റുള്ളവരെല്ലാം അതിനോട് ചേർന്ന് മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പ്രതിബന്ധങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നുള്ളതാണ്. ഈ അടുത്ത് ഉണ്ടായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വയനാട് ദുരന്തം നമ്മുടെ എല്ലാവരുടെയും മനസ്സിനേറെ വേദനിപ്പിച്ച അല്ലെങ്കിൽ കണ്ണുകളേറെ നയിപ്പിച്ച ഒരു സംഭവമാണ്. ഒരു ഒറ്റ രാത്രി കൊണ്ട് ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ അധ്വാനങ്ങളും അതിന്റെ നേട്ടങ്ങളും ഒക്കെ പ്രകൃതി എല്ലാം ഇങ്ങനെ കവർന്നെടുക്കുമ്പോൾ മനുഷ്യരൊക്കെ വല്ലാതെ വേദനിച്ച് വിറങ്ങലിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ നമ്മൾ ഒത്തിരി നല്ല പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കണ്ടു. അതുമായി ബന്ധപ്പെട്ട് തന്റെ വസ്ത്ര വ്യാപാരക്കിടയിലെ വസ്ത്രങ്ങളെല്ലാം അതിനു വേണ്ടിയിട്ട് ആ ദുരന്ത ബാധിതർക്ക് വേണ്ടി സമർപ്പിക്കുന്നു വ്യാപാരികളെ കണ്ടു. മഞ്ഞിന്റെ കുഞ്ഞിനെ ആരെന്നും അറിയില്ല എങ്കിൽ പോലും മഞ്ഞിന്റെ കുഞ്ഞിനെ വേണ്ടി മുലയൂട്ടാൻ തയ്യാറാകുന്ന അമ്മമാരെ കണ്ടു. അതുപോലെ തന്നെ കാശുകൂടൊക്കെ പൊട്ടിച്ച് കൊച്ചു കൊച്ചു നേട്ടങ്ങളുടെ സമ്പത്തിന്റെ പങ്കുവയ്പ് നമ്മൾ കണ്ടു. കൊച്ചുകുട്ടികൾ പോലും അവിടെ കാശുകൂടകൾ സമർപ്പിച്ച് ഈ ദുരന്ത ഭൂമിയിൽ ഒരു ആശ്വാസമാകാനായിട്ട് അവർക്ക് കഴിയുമോ എന്ന അന്വേഷകരെ കണ്ടു. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് രക്ഷാപ്രവർത്തകരായി ഭക്ഷണം പോലും പാകം ചെയ്യുന്ന അങ്ങനെ നന്മയുടെ ശേഷിപ്പുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന സ്നേഹത്തിന്റെ ഒരു അദൃശ്യചരട് എല്ലാ മതസ്ഥരുടെ ഇടയിലും എല്ലാ ജാതികളുടെ ഇടയിലും ഒക്കെ ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന നല്ല വാർത്തകളും നമുക്ക് കാണാനിടയും. ഇതൊക്കെ തന്നെയാണ് ശരിക്കും ആത്മീയത എന്ന് പറയുന്നത്. ഇതൊരു വലിയ ബന്ധങ്ങളുടെ ഒരു കണ്ണിയാണ്. ആ കണ്ണികൾ അറ്റുപോകാതെ നിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മുടെ ഈ അവനവനോട് തന്നെയുള്ള പോരാട്ടങ്ങളിൽ, നമ്മുടെ വെല്ലുവിളികളോടുള്ള പോരാട്ടങ്ങളിൽ പരസ്പരം പ്രോത്സാഹനമാകാം, സഹായമാകാം, സ്നേഹമാകാം. അങ്ങനെ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സുന്ദരമാക്കി മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഉയരം വരുന്ന മരങ്ങൾ അത് സെക്വയ മരങ്ങളാണ്. നമ്മൾ വിചാരത്തിലൊക്കെ കണ്ടതാണ്. അതിന്റെ പ്രത്യേകത അതൊരിക്കലും ഒറ്റയ്ക്ക് വളരില്ല എന്നുള്ളതാണ്. കൂട്ടായ്മ അതല്ലെങ്കിൽ കൂട്ടായ്മയിലാണ് വളർച്ചയുള്ളത്. അതുകൊണ്ട് നമ്മുടെ വെല്ലുവിളികളെയൊക്കെ തരണം ചെയ്യാനായിട്ട് ഒത്തൊരുമിച്ച് പരസ്പര കൂട്ടായ്മയിലും സ്നേഹത്തിലും മുന്നോട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇങ്ങനൊരു വേദിയിൽ ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കുറെ കാലം മിഷനിലൊക്കെ ആയിരുന്നു, നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഇങ്ങനൊരു ഗ്രൂപ്പിന് വരാനും നിങ്ങളെയൊക്കെ കാണാനും സംസാരിക്കാനും സാധിച്ചത് വലിയ സന്തോഷം. വലിയ ദൈവാനുഗ്രഹമായി കടന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. ആത്മീയത എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കി തന്നു അച്ഛൻ. അച്ഛന്റെ പ്രാർത്ഥനയില് ഞങ്ങളുണ്ടായിരിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയില് അച്ഛനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. താങ്ക് യു അച്ഛാ. ഈ സ്നേഹ സംഗമത്തിൽ എല്ലാവർക്കും നന്ദി പറയുന്നതിനായി കുമാരി ട്രീസ മുള്ളൂർക്കരയെ ഞാൻ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തിവരുന്ന 167ാമത് സ്നേഹ സംഗമത്തിലേക്ക് എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും മറ്റെല്ലാവർക്കും നന്ദി പറയുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബിന്റെ ഡയറക്ടറുമായ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ എന്റെ പേരിലും മറ്റെല്ലാ അംഗങ്ങളുടെ പേരിലും നന്ദി പറയുന്നു. അടുത്തത്
ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ റവറന്റ് ഫാദർ അലക്സ് കല്ലേരി അച്ഛൻ കനകമല തീർത്ഥകേന്ദ്രം സെന്റ് ആന്റണീസ് ചർച്ച് ദേവാലയത്തിലെ വികാരി അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ എന്റെ പേരിലും മറ്റെല്ലാ അംഗങ്ങളുടെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് മുഖ്യാതിഥിയായി എത്തിയ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഡോക്ടർ നിവിയ ജെയിംസ്, മാഡം അമല മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. ഡോക്ടർ നമുക്ക് നല്ല കാര്യങ്ങൾ മനസ്സിലെ എല്ലാ നന്മകളും മനസ്സിന്റെ പിരിമുറുക്കം ക്ലാസ് എടുത്ത മാഡത്തിനെ ഏറ്റവും നന്ദിയോടെ എന്റെ പേരിലും മറ്റെല്ലാ അംഗങ്ങളുടെ പേരിലും നന്ദി പറയുന്നു. ആശംസ പറയുവാനെത്തിയ ശ്രീ മോഹനൻ തുൾക്കാട്ട്, അദ്ദേഹം തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡ് മെമ്പറാണ്. മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. സാറിനെ എന്റെ പേരിലും മറ്റെല്ലാ അംഗങ്ങളുടെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് ഈ സ്നേഹസംഗമം അതിമനോഹരമായി അവതരിപ്പിക്കുന്ന കുമാരി ലിജി അങ്കമാലിയെയും പ്രാർത്ഥനാഗാനം അതിമനോഹരമായി ആലപിച്ച ശ്രീ പീറ്റർ ശരത് കൊടുങ്ങല്ലൂരിനെയും സ്വാഗതം പറഞ്ഞ ശ്രീ സിജോൺ കൊരട്ടിയെയും ഏറ്റവും സ്നേഹത്തോടെ എന്റെ പേരിലും സ്നേഹസംഗമത്തിലെ മറ്റെല്ലാ അംഗങ്ങളുടെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ഗ്രൂപ്പുകളെ അതിമനോഹരമായി പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ജോസഫിനെയും പ്രസിഡന്റായ ഷിജിൻ ഖാരിയെയും സെക്രട്ടറിയായ സിനി സെബാസ്റ്റിനെയും PRO ആയ പിയൂസ് കോട്ടപ്പുറത്തെയും എന്റെ പേരിലും മറ്റെല്ലാ അംഗങ്ങളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ സ്നേഹസംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെ സ്നേഹസംഗമം കമ്മിറ്റി അംഗങ്ങളാണ്. എല്ലാ അംഗങ്ങൾക്കും എന്റെ പേരിലും സ്നേഹസംഗമത്തിലെ മറ്റെല്ലാ കൂട്ടുകാരുടെ പേരിലും നന്ദി പറയുന്നു. ഈ സ്നേഹസംഗമത്തിൽ എത്തിച്ചേർന്ന എന്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും എന്റെ പേരിലും മറ്റെല്ലാ അംഗങ്ങളുടെ പേരിലും നന്ദി പറയുന്നു. ഇത്രയും പറഞ്ഞ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ സാദരം ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായിട്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു. താങ്ക് യു ചേച്ചി, താങ്ക് യു. അപ്പൊ ഇതോടെ 167ാമത് സ്നേഹസംഗമം അവസാനിച്ചു. 168ാം സ്നേഹസംഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.